ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് അവതരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ്. അപ്പോൾ കെട്ടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിലിടയ്ക്കൊന്ന് ചെന്ന് കയറി ഒന്ന് ഉറക്കെ ബഹളമൊക്കെ വെച്ച് അടുക്കളയിൽ നിന്ന് ചോറ് കഴിച്ച് ആ കൈയൊക്കെ ഒന്ന് കഴുകി ആ കൈ അമ്മയുടെ സാരിത്തുമ്പിലൊന്ന് തുടച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചീത്തയൊക്കെ കേൾക്കണം. അത്രയുള്ള കാര്യം. അല്ല, എന്തോ ഉണ്ട്. വേറെ എന്തിട്ട്? വേറെ ഒന്നുമില്ല ആദർശേട്ടാ. വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി, അതുകൊണ്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. നീ എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ വേണി എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ വേണി വേഗം വിഷയം മാറ്റിയിട്ടോ. എന്നിട്ടൊരു കള്ളച്ചിരി അങ്ങ് ചിരിച്ചിട്ട്, എൻ്റെ പൊന്നോ ആദർശേട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതെ മനുഷ്യ, നിങ്ങളുടെ കണ്ണുണ്ടല്ലോ, എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, എൻ്റെ സകല കൺട്രോളും പോവേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേണിയോട് വേഗം എന്നാ പറയാനാ? അല്ല, നീ സത്യം പറ, അത്യാവശ്യമായിട്ട് നമ്മൾ എന്തിനാ ഇപ്പം അങ്ങ് പോണത്? അത് പറ. വെളുപ്പിനെ 3 മണിക്ക് നീ എന്നെ വിളിച്ചുണർത്തിയതാ. എന്നിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്നും അതിന് പോകാമെന്നും നീ പറഞ്ഞു. എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ട് നീ പറഞ്ഞില്ല. എന്നിട്ട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് നീ പറഞ്ഞില്ല. പക്ഷേ നീ 1/2 മണിക്കൂറുള്ളിൽ നമ്മൾ നിൻ്റെ വീട്ടിലെത്തും. ഇപ്പോഴെങ്കിലും നീ എന്നോട് പറഞ്ഞേ പറ്റൂ. എന്താ കാര്യം? നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേണി? പറ. അത് നീ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. ഞാൻ നിന്നെ വഴക്കൊന്നും പറയില്ലാന്നേ. എന്നെ വഴക്ക് പറയില്ലെന്ന് ഉറപ്പല്ലേ? അല്ല, സത്യമാണല്ലോ അല്ലേ? ഇല്ല, ഞാൻ പറയില്ല, സത്യം എന്ന് പറഞ്ഞ ആദർശ്. അവസാനം ഞാൻ കാര്യം പറയുമ്പോഴേ ഇതിനാണോ നീ എന്നെ ലീവ് എടുപ്പിച്ച് തൃശ്ശൂർക്ക് വിളിച്ചുകൊണ്ട് പോയേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കോ ആദർശേട്ടാ? കളിയാക്കോന്നല്ലേ ചോദിച്ചത്? ഇല്ല, ഞാൻ കളിയാക്കില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അവസാനം വേണി പറയാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പം വേണി നേരെ രണ്ടുപേരുടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, ഇച്ചിരി ദൂരം. ഞാൻ ഇന്നലെ രാത്രി ഒരു ചീത്ത സ്വപ്നം കണ്ടു. നമ്മുടെ ചേട്ടനെ, നമ്മുടെ ശങ്കർ ഭായിക്ക് എന്തോ ഒരു പണി കിട്ടിയെന്ന് ഒരു തോന്നല്, ഒരു വല്ലായ്മ പോലെ. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഏട്ടനെ കാണണമെന്ന് തോന്നി. ആദർശേട്ടനെ അറിയോ? എനിക്കെൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനും അത്രയ്ക്ക് ഇഷ്ടമാണ്. കൊച്ചിലെ മുതലേ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു കേട്ടോ കൂട്ട്. ഈ രാജുവിനെയും രാധയും പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കേട്ടോ എപ്പോഴും. എൻ്റെ ഏട്ടന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ആദർശേട്ടാ. നിങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ പെകക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ കെട്ടിയതെന്ന്? എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ആ സത്യം നിങ്ങൾക്ക് അറിയോ? ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാണ് മനുഷ്യ ഈ കല്യാണത്തിന് സമ്മതിച്ചു കേട്ടോ. സത്യം പറയട്ടെ, എൻ്റെ ഏട്ടൻ എന്താഗ്രഹിച്ചാലും അത് നടക്കണം, അതെൻ്റെ ആഗ്രഹമാണ്. ഞാനല്ലേ അതൊക്കെ നടത്തി കൊടുക്കുക, പിന്നെ ആരാ? എൻ്റെ ശങ്കരേട്ടൻ്റെ സന്തോഷം, അതാണ് എൻ്റെ സന്തോഷം. അതാ ഏട്ടൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കെട്ടാൻ സമ്മതിച്ചു കേട്ടോ. അല്ലാതെ നീ മത്താപ്പിനെ കണ്ട് ഫ്ലാറ്റായിട്ടൊന്നും അല്ല കേട്ടോ, സത്യം. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി ചിരിക്കുക. ഇപ്പം എനിക്ക് എൻ്റെ മത്താപ്പിനെ ഒത്തിരി ഇഷ്ടാട്ടോ, സത്യം കേട്ടോ ഞാൻ പറയണത്. വേറെ ഒന്നും വേണ്ട ആദർശേട്ടാ. എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. പിന്നെ പുള്ളിനെ ഒന്ന് കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും കേട്ടോ. അതിനാട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, സോറി. അല്ലാണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ നമ്മുടെ വീട്ടുകാരോട് നിങ്ങളുടെ കുറ്റമൊന്നും പറയാനായിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ പോണത്, മനസ്സിലായോ? ഞാൻ നമ്മുടെ ആദർശേട്ടനെയും വീട്ടുകാരെയും പറ്റി കുറ്റം പറയുമോ? അന്നെനിക്ക് ബോധമില്ലാതൊക്കെ ഒന്നും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെയാണോ ആദർശേട്ടാ? അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആദർശേട്ടന് ഇപ്പം എന്നെ ഇഷ്ടമായില്ലേ? എന്തേ ഇപ്പം എൻ്റെ മത്താപ്പിനെ സമാധാനമായോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശിങ്ങനെ നിൽക്കാം. ഒന്ന് ചിരിക്കൻ്റെ ചുള്ള എന്ന് പറഞ്ഞ കവളത്തിങ്ങനെ പിടിച്ചു. അപ്പോൾ ആദർശിങ്ങനെ ചിരിക്കാട്ടോ. ആദർശനും ഹാപ്പിയായി. വേണി സത്യം പറഞ്ഞല്ലോ എന്നോർത്ത്. അപ്പോൾ വേണിയും കൂട്ടിക്കൊണ്ട് വീണ്ടും അവർ ചാരങ്ങാട്ടേക്ക് പുറപ്പെടുകയാണ് രണ്ടുപേരും. പിന്നെ കാണുന്നത് അടുക്കളയിലാണ്, ചാരങ്ങാട്ട് വീടിൻ്റെ. അപ്പം നമ്മുടെ രാധയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരിയും ശേഖരനും ഉണ്ട്. അപ്പം ശേഖരൻ പണി ഒപ്പിക്കാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എന്തൊക്കെയോ വള്ളി വലിക്കുവോ തീ പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം. പെട്രോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വള്ളിയൊക്കെ വലിച്ചിങ്ങനെ നീട്ടി ജനലിൽ കൂടെ ഒക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇവർക്കൊന്നും മനസ്സിലായില്ല. നമ്മളെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് വല്ല പിടുത്തമുണ്ടോ? അമ്മയ്ക്ക് പിടികിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ശേഖരൻ. എൻ്റെ പ്ലാൻ എന്തുട്ടാന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, രണ്ടുപേരും കേട്ടോണം. അപ്പോൾ രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ശേഖരൻ. അപ്പോൾ നമ്മുടെ ഗൗരിയെ തീർക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്.
അങ്ങനെ ഈ കുടുംബത്തിന് അഗ്നിശുദ്ധി വരും. മനസ്സിലാകുന്നുണ്ടോ? ദേ ഇതൊക്കെ നടക്കണമെങ്കിലേ ഗൗരി ഈ അടുക്കളയിൽ വരണം. അതെന്താ? അവളെ ഇവിടെ കൊണ്ടുവരേണ്ടതേ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അയ്യോ, അത് നീ എനിക്ക് വിട്ടേര് ശേഖര. ഗൗരിയെ ഞാൻ ഇവിടെ വരുത്തും, ഒരു കുഴപ്പമില്ലാതെ. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ആ, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഗൗരീനെ ഇന്ന് തീർക്കാലോ എന്നോർത്ത്. അപ്പോൾ വേഗം ചെന്ന് രാധ വാതിൽ തുറക്കുകയാണ്. മറ്റാരുടെയല്ല, നമ്മുടെ കമലയുടെ റൂമിൻ്റെ വാതിലാണ് തുറന്നത്. അപ്പോൾ കമല ഇതേ ഇങ്ങനെ താഴെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ രാധ അങ്ങോട്ട് ചെന്ന് വളരെ സെൻറ്റിമെൻ്റായിട്ട്, അതെ നീ എന്തിനാ ഈ നിലത്തിരിക്കണത്, എഴുന്നേക്ക്, ഈ കട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞ വേഗം തന്നെ നമ്മുടെ കമലയെ പിടിച്ചെഴുന്നേപ്പിച്ച് കട്ടിലിരുത്തുകയാണ് കേട്ടോ. നിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ കമലേ, ഈ വെള്ളം എടുത്ത് നിനക്ക് കുടിച്ചൂടെ? ഇത്ര അടുത്ത് തന്നെയല്ലേ ഈ വെള്ളം എടുത്തിരിക്കുന്നത്, പിന്നെ എന്താ നിനക്ക്? അപ്പോൾ വേഗം തന്നെ രാധ വെള്ളം ഒഴിച്ച് കമലയ്ക്ക് കൊടുക്കുകയാണ്. നീ കുടിക്കുക, ദാ നീ കുടിക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ കമല വേഗം തന്നെ വാങ്ങിയിട്ട് അത് കുടിക്കുകയാണ്. അപ്പോൾ നേരെ രാധ ഭയങ്കര സ്നേഹം. എനിക്ക് ഗൗരിയോട് പകയോ ദേഷ്യമോ ഒന്നുമില്ല കമലേ. ഞാൻ അവളെ ശത്രുവായിട്ടൊന്നും അല്ല കാണുന്നത്. പക്ഷെ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ നമ്മൾ അവളെ ശിക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ദേവിമ്മ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവൾക്ക്? ഉണ്ടായിരുന്നോ? നീ പറ. ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ദേവിയമ്മയുടെ മുന്നിൽ വെച്ച് അവൾ ചോദിച്ചതൊക്കെ നീ കേട്ടതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ക്ഷമിക്കും? നീ പറ കമലേ. ഈ വീട്ടിലെ മൂത്ത മരുമോളാ, അറിയാലോ നിനക്ക്. സ്ഥാനം കൊണ്ട് ഗൗരിയുടെ ഏട്ടത്തിയമ്മ. നീ വേണം ഇതൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അവൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുള്ളതാണോ? ആവശ്യമില്ലാത്ത എല്ലാ പണികളും അവൾ ചെയ്യും, ആവശ്യമുള്ളത് അവൾ ചെയ്യുകയില്ല. അത് അവളുടെ ശീലം. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ കമലേ? പറയാൻ. അപ്പം കമല മിണ്ടാതിരുന്ന് കേൾക്കുക. ശേഖരൻ അവളുടെ ഭർത്താവിൻ്റെ ചേട്ടനാ. ഇന്ന് വരെ അവനൊരു ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അമ്മേ, ഗൗരി അടുക്കളയിൽ കയറലും പാടില്ല എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്. അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാലോ ഇനി ഒരിക്കലും അടുക്കളയിൽ കയറരുത് എന്നാണോ മോളെ അതിനർത്ഥം? കമലേ, ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ പലതും പറഞ്ഞിരിക്കും. അപ്പോൾ അവളെ എന്താ ചെയ്യേണ്ടത്? ആ പോട്ടെ അമ്മേ, എന്നോട് ക്ഷമിക്ക്. അങ്ങനെ വന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. പക്ഷേങ്കിൽ എന്നോടൊക്കെ മാപ്പ് പറയാനൊക്കെ അവൾ ചെറുതായി പോവില്ലേ? അതുകൊണ്ടല്ലേ. ഇതൊക്കെ അവളുടെ സ്വഭാവം നിനക്കറിയാതിട്ടാ. അവൾ എന്താ നിന്നെ കണ്ടു പഠിക്കാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ എത്ര പാവാ. അവളിനി മേലിൽ അടുക്കളയിൽ കയറരുതെന്ന് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തന്നെ അങ്ങ് പിൻവലിക്കുന്നു. എന്താ പോരെ? അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കാര്യം ചെയ്യുക, ഇന്ന് എല്ലാവർക്കുള്ള ആഹാരം അവൾ തന്നെ ഉണ്ടാക്കിക്കോട്ടെ. പോരെ? സന്തോഷമായില്ലേ? നീ ചെന്ന് അവളോട് കാര്യം പറ. ഗൗരിക്ക് ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും അമ്മേ. അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം മാറിയല്ലോ, അത് തന്നെ സന്തോഷമായിരിക്കും. ഗൗരിയെ സഹായിക്കാൻ ഞാനോടൊപ്പം കൂടാം. നീ എന്തിനാ സഹായിക്കാൻ പോണത്? നിനക്ക് വയറ്റിലുള്ളതാ. ആ ഓർമ്മ നിനക്ക് വേണ്ടേ കമലേ? ഈ സമയത്ത് അധികം ദേഹം അനങ്ങി ജോലി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നീ ഈ മുറിയിലിരുന്നാൽ മതി. ആഹാരം ഉണ്ടാക്കുന്നതൊക്കെ അവൾ തനിച്ച് നോക്കിക്കോളും. മനസ്സിലായോ? ചാരങ്ങാട്ടെ പേരക്കുട്ടിയാ നിന്റെ വയറ്റിലുള്ളത്, അത് നീ മറന്നു പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് താക്കോലെടുത്ത് കമലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ അഭിനയം നല്ല തകർത്തു കേട്ടോ. നീയേ അവളെ പറഞ്ഞു മനസ്സിലാക്കി അടുക്കളയിലേക്ക് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് കമലയുടെ കയ്യിൽ താക്കോലും കൊടുത്ത് കമലയെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് രാധാമണി കാണിച്ച് തരാടി നിനക്ക് ഞാൻ. ഈ രാധാമണി തങ്കച്ചി ആരാണെന്ന് നിന്നെ മനസ്സിലാക്കി തരാം എന്നുള്ള മട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശേഖരൻ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, എല്ലാ കാര്യം സെറ്റിലാക്കിയിട്ട്. അപ്പോഴാണ് നമ്മുടെ അജിത്തും ജോജുവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒരു പതുങ്ങിയ മട്ടിലാട്ടോ. ആഹാ, നിങ്ങൾ രണ്ടുപേരുമോ? എടാ എന്താ, നിന്നെയൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോടാ. ഇവിടെ ഇല്ലായിരുന്നോ? ഇപ്പം എന്താ കെട്ടിയെടുക്കാൻ കാര്യം? എന്താ വിശേഷം? ഏട്ടത്തിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഗൗരിയോ? ആര്? ആ അതെ ശങ്കരേട്ടാ, ഗൗരി ഏട്ടത്തിയാണ് വിളിച്ചത്. അവൾ എന്തിനാ വിളിച്ചത്? അവൾ എന്തുട്ടാ പറഞ്ഞത് എന്ന് ചോദിച്ചു.
അതെ ശേഖരേട്ടാ, ഏട്ടത്തിയമ്മ പാവം ആകെ വിഷമത്തിലാ. അതുകൊണ്ടാ. നമ്മുടെ ശങ്കർഭായി എവിടെയാണെന്നറിയില്ലല്ലോ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. ആളെവിടെയാണെന്ന് ഞങ്ങൾക്കോ ഏട്ടത്തിയമ്മയ്ക്കോ ഒന്നും ഒരു പിടുത്തമില്ല. ഞങ്ങൾ ശങ്കർഭായിനെ തിരഞ്ഞു പോവാ. കൂട്ടത്തിൽ ഏട്ടത്തിയമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്. എടാ വാഷ് ഔട്ട് ടീംസേ, എൻ്റെ അനിയനെ കാണാതായിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടെത്താൻ എനിക്കറിയാം, മനസ്സിലായോ? ഈ വീട്ടിലെ ആളുകളൊന്നും ചത്തുപോയിട്ടില്ല നിങ്ങളുടെ സഹായം തേടാൻ. മനസ്സിലായോടാ നിങ്ങൾക്കൊക്കെ? ചോരങ്ങാട്ടുകാരെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു 2 എണ്ണം. നിൻ്റെയൊക്കെ കൂട്ടുകൂടിയിട്ടാ അവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അവൻ്റെ ഒരു ശങ്കർഭായി. 2 ഇവിടുന്ന് ഇറങ്ങിക്കോണം, മനസ്സിലാകുന്നുണ്ടോ? എന്തിട്ടാടാ? എന്താ നിനക്കൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് കിലുക്കട്ട വാങ്ങണോ? വിട്ടോ 2 എണ്ണം. പറഞ്ഞേക്കാം. നീയൊക്കെ വേഗം ഇവിടുന്ന് സ്കൂട്ടായേ. വാഷ് ഔട്ട് ടീംസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. നോക്കിയിട്ട് 2 പേരും പാടാ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും അങ്ങ് പോയി. അപ്പോൾ ശേഖരന് ഇവർ വന്നാൽ ഒരു പദ്ധതി നടക്കില്ലല്ലോ. അപ്പോൾ അതോർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ശേഖരൻ. അപ്പോൾ ഇവരെ 2 പേരെയും ഒഴിവാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് കമലേനെയാണ്. കമല ഡോറ് തുറന്ന് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി വേഗം ഊട്ടി അങ്ങോട്ടേക്ക് ചെന്ന്, ഏട്ടത്തി, കമലെടുത്തി എനിക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം കമലെടുത്തി. എങ്ങനെയെങ്കിലും ശങ്കറിനെ കണ്ടെത്തണം. ശങ്കറിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനും പേടിയുണ്ട്. ശങ്കർ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും. അല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ പോവാ ഏട്ടത്തി. ഗൗരി, നീ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനൊന്ന് പറയട്ടെ. ശങ്കറിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ട. അവൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും മോളെ. ശങ്കർ വരുന്നത് വരെ ഇവിടുത്തെ ഉള്ളവർ പറയുന്ന കേട്ട നീ അന്ന് അനുസരിച്ചേ പറ്റുള്ളൂ. നീ ഒന്ന് അനുസരിക്കുക. ഞാൻ പറയുന്ന കേക്ക്. അച്ഛനും അമ്മയും ശേഖരേട്ടനും ഒക്കെ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് നിനക്കറിയാലോ. അവരുടെ ദേഷ്യം മാറ്റിയെടുക്കാൻ എനിക്കൊന്നും കഴിയില്ല. നീ ഒരു കാര്യം ചെയ്യാം. നീ അടുക്കളയിലേക്ക് ചെല്ല. എന്നിട്ട് നിനക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നീ ഉണ്ടാക്കുക. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇവിടെയുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഞാനീ പറയണത്. അത് പിന്നെ ഗൗരി, ഞാൻ പറയണത് പോലെ നീ ചെയ്യ്. അടുക്കള കയറാൻ പാടില്ല എന്ന് അമ്മ എന്നെ വിലക്കിയേക്കുമല്ലേ? അയ്യോ അമ്മ, അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഇന്ന് എല്ലാവർക്കുള്ള ആഹാരം നീ തന്നെ ഉണ്ടാക്കണമെന്ന് അമ്മ തന്നെയാ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. നീ എതിർപ്പൊന്നും പറയരുത്. നീ ആ ഒരു കാര്യം ചെയ്താൽ ശങ്കറിനെ അന്വേഷിക്കാൻ ശേഖരേട്ടനെ പറഞ്ഞു വിടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കമലെടുത്തി, ഇവിടുത്തെ ജോലികൾ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെയുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കൂ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ശരി, എന്തായാലും ഇപ്പം തന്നെ പോയി എല്ലാവർക്കുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കാം കമലെടുത്തി എന്ന് പറഞ്ഞ് ഗൗരി പാവം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം കമലയും ഇതൊന്നും അറിയാതെ ഇങ്ങനെ മനസ്സിലാക്കാതെ ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും രാധേനെയും അവിടുത്തെ ജോലിക്കാരിയാണ്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് 3 പേരും. അപ്പം നമ്മൾ ഗൗരി പോണത് നോക്കിയാൽ നിൽക്കണത്. അതൊക്കെ തന്നെ നിൽപ്പുണ്ട്. അപ്പം അമ്മേ, ഞാൻ പറഞ്ഞത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ഡി, നിന്നോടുകൂടിയാണ് പറയണത്. ഒരു കാരണവശാലും ഇത് പാളിപ്പോവാൻ പാടില്ല, മനസ്സിലാവുന്നുണ്ടോ? കമല പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ അവളിപ്പം അടുക്കളയിലേക്ക് കെട്ടിയെടുക്കും. അവൾ പാചകം തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ജോലി തുടങ്ങണം അല്ലേ? വേണ്ട. അവൾ പാചകം തുടങ്ങുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അത് റിസ്ക് അമ്മേ, റിസ്ക്. ചിലപ്പോൾ പണി പാളും. അത് നീ പറഞ്ഞത് ശരിയാ. പെട്രോളിൻ്റെ മണം അവൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിയില്ലാന്ന് അച്ഛൻ പറയണത് വെറുതെയാ. അമ്മയ്ക്ക് കാഞ്ഞ ബുദ്ധിയാട്ടാ. എടാ മോനെ, ഞാൻ നിൻ്റെ അമ്മ മാത്രമല്ല, ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഭാര്യ കൂടിയാ. നിൻ്റെ അച്ഛനെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് കുരുട്ട് ബുദ്ധിയൊക്കെ അറിഞ്ഞിരിക്കണം മോനെ. അത് ശരിയാ. അതെ കൊച്ചമ്മേ, മേഡം ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അവൾ അടുക്കള കയറിയ ഉടനെ ഞാൻ അടുക്കളയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടും. അപ്പം അമ്മ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അടുക്കള വാതിലിൻ്റെ പുറത്തേക്ക് ഇട്ടേക്കുന്ന ആ നൂലിന് അമ്മ തീയിടണം. മനസ്സിലാകുന്നുണ്ടോ? അമ്മ എന്താ ആലോചിച്ച് നിൽക്കണത് എന്ന് ചോദിച്ചു ശേഖരൻ. അല്ലടാ, ഞാൻ ആലോചിക്കായിരുന്നു. അവൾ എൻ്റെ മുന്നിൽ നിന്ന് കത്തുന്നത്. ചാരങ്ങാട്ട് മഹാറാണിയാകാൻ വന്നവൾ. അവൾ ഒരു പിടി ചാരം അവളുടെ തന്തയ്ക്കും വീട്ടുകാർക്കും ആ ചാരം പോലും കാണാൻ കൊടുക്കില്ല. നമ്മൾ കൊടുക്കാൻ സമ്മതിക്കില്ല.
അപ്പോഴത്തേനും നമ്മുടെ രാധയുടെ കയ്യിലേക്ക് ലൈറ്റർ ഉണ്ടല്ലോ ഇങ്ങനെ തീ കത്തിക്കുന്നത്, അപ്പോൾ അതങ്ങ് വച്ച് കൊടുക്കുകയാണ് നമ്മുടെ ആ ജോലിക്കാർ. അപ്പോൾ ഇവളിത് കത്തിച്ചിങ്ങനെ രാധ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്, അവൾ തീരുന്നതൊക്കെ സ്വപ്നം കണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അല്ല മേഡത്തിനെ കാണുന്നില്ലല്ലോ, ഇനി വരാതിരിക്കുമോ കൊച്ചമ്മേ, ഞാനൊന്ന് പോയി നോക്കണോ എന്ന് ചോദിച്ചു. വേണ്ട മേഡം വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഒന്നുമില്ലെങ്കിലും അന്ന് അവളുടെ അവസാനത്തെ ദിവസമല്ലേ അല്ലേടാ ശേഖര, ആ ഒരു പരിഗണന നമ്മൾ അവൾ കൊടുക്കണ്ടേ ശേഖര? ആ അതെ അമ്മേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ശേഖരനും നമ്മുടെ ഗൗരിയും കമലയും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിക്കാരി പറയുകയാണോ, അയ്യോ കമലക്കുഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ഉടനെ പറയുകയാണ്, ശേഖര കമല ഒരിക്കലും അവൾക്കൊപ്പം അടുക്കളയിലേക്ക് പോകാൻ പാടില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ കമലയും ഇങ്ങനെ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ശേഖരൻ വേഗം തന്നെ കമലയെ വിളിക്കുകയാണ്. എടി കമലേ, ഗൗരി പോയിക്കോ, കമല ഇവിടെ നിൽക്കട്ടെ, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അമ്മേ എന്നൊരു വിളി കേട്ടു. മറ്റാരുമല്ല, നമ്മുടെ വേണിയും ആദർശൂടെ ഇതേണ്ട ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരോട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോഴാണ് രാധയ്ക്കും ശേഖരനും അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. ഇനി പണി പാളിലോ എന്നോർത്ത് വേഗം തന്നെ രാധ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കയ്യിൽ തന്ന ആ ലൈറ്റർ ഉണ്ടല്ലോ, അത് വേഗം ആ ജോലിക്കാരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ കമലയും ഗൗരി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഓടി വന്നു, വേണിമോള് കെട്ടിപ്പിടിച്ചു, ഭയങ്കര സന്തോഷത്തിലാണ്. ദർശേട്ടാ നിങ്ങളെന്താ ഇങ്ങോട്ട് വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയാതിരുന്നത് എന്ന് ചോദിച്ചു ഗൗരി. ഞാനാ പറഞ്ഞിട്ടോ, നമ്മൾക്ക് ആരോടും പറയേണ്ട കാര്യമില്ലാന്ന്, ഏട്ടത്തിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ. അപ്പോൾ ഗൗരി ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് കേട്ടോ. ഏട്ടത്തിന്ന് എന്നെ തന്നെയാണോ വിളിച്ചത് എന്നോർത്ത്. ആദർശേട്ടാ നമ്മുടെ ഏട്ടത്തി ഷോക്കായിട്ട് നിൽക്കുന്നതാണ്ടോ? അതെ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ ഏട്ടത്തി എന്നല്ലാതെ പിന്നെ എന്തൊട്ടാ വിളിക്കണത്? അല്ല വേണി ആദ്യമായിട്ടല്ലേ എന്നെ അങ്ങനെ വിളിക്കണത്? എനിക്കെന്താണോ ഇന്ന് അങ്ങനെ വിളിക്കണമെന്ന് തോന്നി. ഇന്നങ്ങനെ വിളിച്ചു എന്ന് ഓർത്ത് എന്നും അങ്ങനെ വിളിക്കുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ആ ഇടയ്ക്ക് ഗൗരി എന്ന് വിളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ആ ഗൗരി എന്ന് വിളിക്കും. അല്ല അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടാ. എന്താ ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഉണ്ടോ? നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നീ അത് വിളിച്ചോ. അല്ല ഗൗരി, അതെ. അല്ല നമ്മുടെ ശങ്കർബായി എന്ന് ചോദിച്ചു. അപ്പം കാണാൻ വേണ്ടി ഓടി വന്നത് തന്നെ അതിനു വേണ്ടിയാണ്. ചുള്ളനെ കാണുന്നില്ലല്ലോ, ആളിവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണോ? അപ്പോൾ ആരും ഒന്നും സംസാരിക്കണില്ല. ഏട്ടത്തി മുഖം എന്താ വല്ലാണ്ടിരിക്കണത്? എന്ത് പറ്റി? നമ്മുടെ വീട്ടുകാരും ശരിക്കും ഫുഡൊന്നും തരണില്ല. അമ്മേ എൻ്റെ ഏട്ടത്തിയെ നന്നായി നോക്കണില്ലേ എന്ന് ചോദിച്ചു. ഇല്ല ഏട്ടത്തി. അപ്പോൾ വേണി പെർഫോമൻസ് അടിപൊളിയാട്ടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വേണി. അങ്ങനല്ലല്ലോ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എന്താണെങ്കിലും തുറന്നു പറ, എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ദേ നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, എന്തൊട്ട് പ്രോബ്ലംസ് ആണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പം ശേഖരൻ, അല്ല വേണിമോളെ, നിനക്കിപ്പം നിൻ്റെ ഏട്ടത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നീ ഇപ്പോൾ വന്ന ശേഷം അമ്മയോട് എന്തെങ്കിലും വിശേഷം നീ ചോദിച്ചോ? സുഖാണോന്നോ? എന്തു പറ്റി? അതിനെന്താ ശേഖര, ഇന്ന് ആദ്യമായിട്ട് എൻ്റെ മോള് ഗൗരി ഏട്ടത്തി എന്ന് വിളിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ഇപ്പോഴെങ്കിലും ഗൗരിയെ ഈ വീട്ടിലെ മരുമോളായിട്ട് വേണി അംഗീകരിച്ചില്ലേ? എനിക്കത് മതി എന്ന് പറഞ്ഞു രാധ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. മോനെ ആദർശേ, എൻ്റെ വേണിമോളെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ കാരണക്കാരൻ നീയാ. അതെ ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആദർശേട്ടന് മാത്രമായിട്ട് കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വേണി. അതെ, നമ്മുടെ പ്രൊഫസറും നന്ദിനി അമ്മയൊക്കെ കട്ടയ്ക്ക് ശ്രമിച്ചുകൊണ്ടാട്ടോ ഞാൻ മാറിയത്. അതുകൊണ്ടേ പിന്നെ ആദർശ് ബ്രോ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ ക്രെഡിറ്റ് നമ്മുടെ ആദർശേട്ടനും കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഹൈ കമലയിടത്തി, എന്താ ഒന്നും മിണ്ടാൻ നിൽക്കണത്? പ്രത്യേകിച്ച് ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. ആദർശേട്ടാ, നമ്മുടെ കമലയിടത്തേക്ക് എപ്പോഴും വ്രതവും പൂജയും വിശ്വാസവും ഒക്കെ കേട്ടോ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിക്ക് പറ്റിയ കക്ഷിയാ എന്ന് പറഞ്ഞു.
ആദർശേട്ടാ, വേണി, നിങ്ങൾ രണ്ടുപേരും ഇരിക്കാം, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പെട്ടെന്ന് വരാട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വേണി. അപ്പോൾ ഇങ്ങനെ തലയാട്ടിയിട്ട് ഗൗരി അവിടെ നിന്ന് എങ്ങനെ പോവുകയാണ് കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.